നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, അസസ് യുവർ കറന്റ് സ്കിൽസ്. പല ആൾക്കാരും ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ അവർ ഓൾറെഡി ഇപ്പോൾ ഫുൾ ടൈം ജോബിൽ വർക്ക് ചെയ്യുന്ന സ്കിൽ ഏതാണ്, ആ ഏരിയ ഏതാണ്, അതിൽ തന്നെയായിരിക്കും അവർ ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല, വേറെ ഏതെങ്കിലും സ്കില്ല്, വേറെ എക്സ്ട്രാ സ്കില്ല്, അതായിരിക്കും അവർ ഫ്രീലാൻസിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണെങ്കിലും നിങ്ങൾ അത് ചൂസ് ചെയ്യുക. ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതിന് എത്രമാത്രം സ്കില്ല്, എത്രമാത്രം എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫുൾ ടൈം ജോബിൻ്റെ അതേ സ്കിൽ അല്ലെങ്കിൽ അതേ ഏരിയ തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്സ്കില്ലിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എഫിഷ്യൻസിയുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. എന്നാലും വേറെ സ്കിൽസ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോൾ ഇഷ്ടമുള്ള ഒരു കാര്യത്തിലാണ് നിങ്ങൾ എഫേർട്ട് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് അധികം എഫേർട്ടായിട്ട് തോന്നത്തില്ല. ഈ സ്കില്ല് നിങ്ങളുടെ മാർക്കറ്റിൽ എത്രമാത്രം അവൈലബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ട്, നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് ക്ലയൻസിന് അത്യാവശ്യം കിട്ടുമോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് കൊണ്ട് നന്നായിട്ടൊന്ന് റിസർച്ച് ചെയ്ത് ഓൾറെഡി ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഒന്ന് അപ്രോച്ച് ചെയ്യുക. അവരോട് അഭിപ്രായങ്ങളും കാര്യങ്ങളും ചോദിച്ചു നോക്കുക. ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും നിങ്ങൾ നീഷ് ഡൗൺ ചെയ്യുക. നീഷിങ്ങിനെ കുറിച്ച് എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഉള്ള കേസിൽ, ഇപ്പോൾ നമ്മൾ പറയുന്ന കേസിൽ ഫുൾ ടൈം ആയിട്ട് ജോബ് ഉള്ള ആൾക്കാർക്ക് എന്തായാലും നിങ്ങൾ നീഷ് ഡൗൺ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഒരു ഡീപ്പായിട്ട് ഒരു നീഷിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ഒരു സർവീസ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് നീഷിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഹോൾ ബിഗ് ഏരിയ ആണ്. അതിൽ തന്നെയുള്ള ഒരു നീഷാണ് ഇപ്പോൾ SEO അല്ലെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇതൊക്കെ ഓരോരോ നീഷുകളാണ്. ഇനി ഈ ഓരോരോ നീഷുകളിലും പിന്നെയും ഡീപ്പ് ഡൗൺ ആയിട്ട് പോകുമ്പോൾ കുറേ നീഷ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം സ്പെസിഫിക് ആയിട്ട് ഒരു നീഷിൽ മാത്രം വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ടൈം ഒരുപാട് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടൈം മാനേജ്മെൻറ്റ്. ഞാൻ പറയാതെ തന്നെ അറിയാം, ഫുൾ ടൈം ജോബിൽ എന്തായാലും ടൈം മാനേജ്മെൻ്റ് ആണ് ഏറ്റവും അത്യാവശ്യം. ആദ്യം പ്രോപ്പറായിട്ട് നിങ്ങളൊരു സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു ദിവസം എത്ര സമയമാണ് നിങ്ങൾ ഫ്രീലാൻസിങ്ങിന് വേണ്ടി മാറ്റി വെക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു വീക്കിലാണെങ്കിലും മതി, വീക്കിൽ എത്ര സമയം നിങ്ങൾ മാറ്റി വെക്കാൻ പോകുന്നു, പ്രോപ്പറായിട്ട് ഒരു സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. ആ സ്കെഡ്യൂളിൽ തന്നെ മാക്സിമം സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫുൾ ടൈം ജോബും ഫ്രീലാൻസിങ് എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ഓവർവെൽമിങ് ആയിപ്പോവും. ആൻഡ് സ്റ്റാർട്ട് സ്മോൾ, ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. നിങ്ങൾ ആദ്യം തന്നെ ഒരുപാട് ടൈമും കൊടുക്കരുത്, ഒരുപാട് ടൈം സ്കെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യരുത്, കൂടുതലായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ഡീമോട്ടിവേറ്റിംഗ് ആവും, നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ സ്റ്റാർട്ട് വെരി സ്മോൾ. നിങ്ങളുടെ ഓൾറെഡി ഉള്ള സ്കെഡ്യൂളിൽ നിന്ന് തന്നെ എക്സ്ട്രാ ഒരു കാര്യം ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ആക്കേണ്ടി വരും. ചിലപ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളൊരു സിനിമ കാണുന്ന ടൈം ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പുറത്ത് കറങ്ങാൻ പോകുന്ന ടൈം ആയിരിക്കും. ഇതൊക്കെ ചെറുതായിട്ട് നിങ്ങളൊന്ന് കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ പോയിന്റ്, ബിൽഡ് യുവർ പോർട്ട്ഫോളിയോ. എങ്ങനെയാണ് ഒരു ബിഗിനേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം, അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തായാലും പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്ത് വെക്കുക, വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പോർട്ട്ഫോളിയോ. ഇനി നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഫ്രീലാൻസ് സർവീസസ് ഇൻക്ലൂഡ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾ ഉള്ള ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ തന്നെ സർവീസസിലോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതിയാവും. ഫോർത്ത് സ്റ്റെപ്പാണ് ഫൈൻഡിങ് യുവർ ഫസ്റ്റ് ക്ലയൻറ്റ്. ഫസ്റ്റ് ക്ലയൻറ്റിനെ കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നിങ്ങളുടെ നെറ്റ്വർക്ക് നല്ലപോലെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിലാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാവും, ഓൾറെഡി ഒരു ജോബ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ അതുപോലെ അല്ലാതെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിൽ നിങ്ങൾ നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ യൂസ് ചെയ്യാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ ഒക്കെ യൂസ് ചെയ്യാം. ഓഫ്ലൈൻ ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാം. ഈ ഒരു നെറ്റ്വർക്കിലോടൊക്കെ നിങ്ങൾ പറയുക, എന്തായാലും നിങ്ങളിങ്ങനെ ഒരു സർവീസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആണ് എന്നുള്ളത് കാണിക്കുക. അതിനുശേഷം ആരെങ്കിലും അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ പ്രൊജക്റ്റ് ഏറ്റെടുത്തിട്ട് മാക്സിമം നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇൻ റിട്ടേൺ ടെസ്റ്റിമോണിയൽസും വാങ്ങിക്കുക. പിന്നെ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസിലും ജോയിൻ ചെയ്യാം. വർക്ക് ഫൈവർ, freelancer.com, പീപ്പിൾ പെർ അവർ, ഇങ്ങനെ ഒരുപാട് ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്വർക്ക് എന്ന് പറയുന്നത് കുറച്ച് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ബട്ട് ബാക്കി എല്ലാ പ്ലാറ്റ്ഫോംസും കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്. ഞാൻ ഒരു പ്ലാറ്റ്ഫോംസും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ അറിയില്ല. ബട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നല്ലപോലെ റിസർച്ച് ചെയ്ത് കുറച്ച് നല്ല റെഫറൻസ് ഒക്കെ എടുത്തതിന് ശേഷം ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യാം. ഈ ഫിഫ്ത്ത് സ്റ്റെപ്പാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഇതൊരു പ്രോപ്പർ സ്റ്റെപ്പാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് എന്തായാലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം ഡെഫിനറ്റ്ലി നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സ്, നിങ്ങളുടെ സ്ട്രെസ്സ്
നിങ്ങളുടെ സ്ട്രെസ് ലെവൽസ് വളരെയധികം കൂടാൻ എല്ലാ ചാൻസസും ഉണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ടൈമിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ ടയേർഡ് ആവും, ഒരുപാട് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാണ്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. സോ അതിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ മാത്രം വെക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് സ്മോൾ എന്ന് പറഞ്ഞത്. ആദ്യമേ നിങ്ങൾ വലിയ പ്രോജക്ട്സ് എടുത്ത് ഒരുപാട് ഓവർവെൽംഡ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്റ്റെപ്സ് എടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓരോരോ സ്റ്റെപ്സ് ആയിട്ട് ഓരോരോ ലെവൽസ് ആയിട്ട് കൂട്ടി കൊണ്ടുവരും. ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഫ്രീലാൻസിങ്, ലിങ്ക്ഡിൻ, പേഴ്സണൽ ബ്രാൻഡിങ്, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. റിലാക്സ്, ടേക്ക് കെയർ, ബൈ ബൈ.